പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ടാണ് ഈ ദൈവസന്നിധിയിൽ ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. ദൈവം അങ്ങനെ നമ്മളെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം ഒരനുഗ്രഹവും വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തിരി എളിമയോടെ ആയിരുന്നു കൊണ്ട് ഈ മണിക്കൂറുകളിൽ നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെല്ലാവരും എല്ലാ ദിവസവും തേടി പ്രാർത്ഥിക്കുന്നവരാണ്. അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ സ്വർഗം എത്രമാത്രം വിലമതിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം അത്ര വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ! ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലോകത്ത് ആദ്യമായി വെളിപ്പെടുത്തിയത് പിതാവായ ദൈവമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആദ്യമായി ഈ ഭൂമിയിൽ അമ്മ വരുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള വചനം പിതാവായ ദൈവം ആരോടാണ് പറഞ്ഞതെന്ന് അറിയാമോ? ആരോടാണ്? ഉൽപ്പത്തി 3:15 പിതാവായ ദൈവം പിശാചിനോട് പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പിതാവായ ദൈവം ആദ്യം മുതൽ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വലിയ പദ്ധതി സ്വർഗത്ത് രൂപപ്പെടുത്തിയിരുന്നു. അത്ര മഹത്തായ ഒരു വലിയ കാര്യം ചെയ്യുവാൻ പോകുമ്പോൾ സ്വർഗം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. പിശാചുമായിട്ട് ശത്രുത ഉളവാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താണ്? 1% പോലും, അല്ലെങ്കിൽ ഒരു തരിമ്പ് പോലും പിശാചുമായിട്ട് യാതൊരു കോംപ്രമൈസും ചെയ്യാതെ, പാപത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ വിശുദ്ധമായ ഒരമ്മയെക്കുറിച്ചാണ്, വിശുദ്ധയായ ഒരമ്മയെക്കുറിച്ചാണ് പിതാവായ ദൈവം ആ വചനത്തിലൂടെ രേഖപ്പെടുത്തുന്നത്. പാപത്തോട് പൂർണ്ണമായും നോ പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, മകനെ, മകളെ, നിനക്ക് പാപത്തോട് നോ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ എൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. ഞാൻ എങ്ങനെ പാപത്തെ അതിജീവിച്ചോ, പിശാചിനെ അതിജീവിക്കുവാൻ ഞാൻ എങ്ങനെ പരിശ്രമിച്ചോ, ആ മാർഗം നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിരാശകളും ഒക്കെ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിയോഗങ്ങൾ എഴുതി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത്. ആ നിയോഗങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമാകണമെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിൽ അത് എത്തിച്ചേരണമെങ്കിൽ നമ്മളിൽ പാപമുണ്ടാകുവാൻ പാടില്ല.
അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നത് എന്താണ്? രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പിന്നെയോ, നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപം എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. ഈ വചനം നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി അമ്മ പിശാചിനെ വിശുദ്ധിയുടെ മേഖലയിൽ, എല്ലാ മേഖലയിലും പിശാചിനെ തകർത്തത് ദൈവത്തോട് ചേർന്നിരുന്നുള്ള ഒരു കൂട്ടായ്മയിലാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സ്വർഗം ആദ്യം തന്നെ വെളിപ്പെടുത്തിയത് ഇത് കേട്ട് പിശാചാണ് യഥാർത്ഥത്തിൽ തകർന്നു പോയത്. എൻ്റെ തല തകർക്കുവാൻ ഈ ഭൂമിയിലേക്ക് വരുന്ന ആ വ്യക്തിയെ ജനിപ്പിക്കുന്ന സ്ത്രീയും പരിശുദ്ധയാണെന്ന് കേട്ടപ്പോൾ തന്നെ പിശാച് തകർക്കുകയാണ്. ആ സ്ത്രീയെയും മകനെയും നശിപ്പിക്കുവാനുള്ള തന്ത്രങ്ങളാണ് പിന്നീട് പിശാച് ആവിഷ്കരിച്ച് പല ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ദൈവികമായ രക്ഷാകര പദ്ധതി പിശാചിന് പൂർണ്ണമായും വെളിപ്പെട്ട് കിട്ടാൻ സാധ്യമല്ലാത്തത് കൊണ്ട് പിശാച് പരാജയപ്പെടുകയാണ്. പരിശുദ്ധിയുടെ അളവിൽ 1% പോലും കുറവില്ലാതെ വിശുദ്ധിയോടെ നമ്മൾ ജീവിച്ചാൽ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ യേശുവിൻ്റെ സകല വാഗ്ദാനങ്ങളും നമ്മൾക്ക് ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങണമെങ്കിൽ, ആ ഏറ്റുവാങ്ങുവാൻ നമ്മളുടെ കൈകൾക്കും നമ്മളുടെ ഹൃദയത്തിനും നമ്മളുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് പിശാചിന് ഇടമില്ലാത്ത അവസ്ഥയായി മാറിയാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം നമ്മളുടെ മേൽ വരും. പലപ്പോഴും നമ്മുടെ ജീവിതം തകർന്നു പോകുന്നതും നമ്മൾ വിചാരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ അടുക്കൽ എത്തിച്ചേരുമെന്ന് വിചാരിക്കുമ്പോഴും പിശാച് വലിയൊരു തന്ത്രം ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, വളരെ നാളുകളായി പ്രാർത്ഥിച്ച് അനുഗ്രഹം വരുന്നതിന് തൊട്ട് മുമ്പ് പിശാചിൻ്റെ ഒരു കുടില തന്ത്രം നമ്മളെ ഏതെങ്കിലും ഒരു പാപത്തിലേക്ക് അവൻ വലിച്ചിഴയ്ക്കും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും പിശാചിന് അടിമപ്പെട്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. കർത്താവിൻ്റെ കൃപയാൽ പിശാചിൻ്റെ സകല കുടില തന്ത്രങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പിശാചിന് നമ്മുടെ മേൽ യാതൊരു ആധിപത്യവും ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മാധ്യസ്ഥം വഹിക്കും. കാര്യം പരിശുദ്ധിയുടെ നിറകുടമാണ് പരിശുദ്ധ അമ്മ. പിശാചുമായി ശത്രുത ഉളവാക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പിശാചുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവാൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് ഓരോരുത്തർക്കും മാറണം. അവിടെയാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം ആയിരിക്കുന്നത്. പ്രലോഭനങ്ങൾ ഉണ്ടാകാം, പരീക്ഷണങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവസന്നിധിയിൽ കണ്ടെത്തിയതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടവും അനുഗ്രഹവും. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ആ മംഗളവാർത്ത അറിയിക്കുമ്പോൾ സ്വർഗം ദൂതനോട് പറഞ്ഞു വിടുന്നത് ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്തേക്കാണ്. ആ കൃപ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ അല്പം പോലും പാപമില്ലാതെ പൂർണ്ണമായും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞ് മറ്റൊന്നിലും ആശ്രയിക്കാതെ, മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ, ഈ ലോകത്തിൻ്റെ ലൗകികമായ സുഖങ്ങളിൽ മുഴുകാതെ, ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിലും ഇടപെടാതെ, ഈ ദൈവത്തിന് വേദനിക്കുന്ന ഒരു കാര്യവും ചെയ്യാതെ ആ നസ്രത്തിലെ ആ കൊച്ചു പെൺകുട്ടി
ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അങ്ങയുടെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നിറയ്ക്കണമേ, നിറയ്ക്കണമേ എന്നാണ്. ആ ദൈവകൃപ നിറഞ്ഞു നിന്നപ്പോൾ സ്വർഗം നോക്കിക്കാണുമ്പോൾ നസ്രത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തില്, ആ പട്ടണത്തില് ഒരു പെൺകുട്ടി ഇരുന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയല്ലാതെ മറ്റൊന്നും ആ പെൺകുട്ടിയിലില്ല. ദൈവത്തിൻ്റെ ദൂതൻ ആ കന്യകയുടെ അടുത്തേക്ക് വന്നാണ് മംഗളവാർത്ത പറയുന്നത്. അവിടെ മംഗളവാർത്തയിൽ പറയുന്നുണ്ട്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയാൽ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കും സ്വർഗം ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന വലിയ ഒരു അനുഗ്രഹത്തിലേക്കും ഒരു വിടുതലിലേക്കും ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവത്തിൻ്റെ കൃപ നിറയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ ആ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും അമ്മയെപ്പോലെ വിശുദ്ധിയിൽ, എളിമയിൽ, സ്നേഹത്തിൽ ആയിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എളിമയുടെ നിറകുടമായിരുന്നു പരിശുദ്ധ അമ്മ. ആയിരുന്നോ? ആണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ പറഞ്ഞ ആ സാഹചര്യം നമ്മൾ ഓർക്കണം. വലിയ ഒരു അപകടം നിറഞ്ഞ സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ മറ്റൊന്നും നോക്കാതെ, തൻ്റെ അടുത്ത നിമിഷത്തിലെ ജീവിതം എന്താണെന്ന് പോലും ചിന്തിക്കാതെ, അന്ന് യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ ഗർഭിണിയായാലുള്ള അവസ്ഥകളും അതിൻ്റെ നിയമവശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും മറ്റൊന്നും നോക്കാതെ പരിശുദ്ധ അമ്മ നോക്കിയത് സ്വർഗത്തിലേക്ക് മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ നോട്ടം, പരിശുദ്ധ അമ്മയുടെ കണ്ണുകൾ, പരിശുദ്ധ അമ്മയുടെ ഹൃദയം, പരിശുദ്ധ അമ്മയുടെ സകല ചിന്തകളും സ്വർഗത്തിലേക്ക് മാത്രമായിരുന്നു. ഈ ലോകത്തിലെ വരാൻ പോകുന്ന തകർച്ചകളോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന വിഷമങ്ങളോ മരണം വരെ സംഭവിക്കാവുന്ന തകർച്ചകളോ ഒന്നുമല്ലായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം തേടുന്ന വ്യക്തിയായി മാറി. അമ്മയുടെ ഹൃദയം, അമ്മയുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ കിട്ടിയ ഭാഗ്യം എന്താണ്? ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം കിട്ടി. സഭ ദൈവമാതാവ് എന്നുള്ള വലിയ ഒരു പട്ടം മാതാവിന് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമാതാവ് യേശുവിൻ്റെ അമ്മയാകുവാൻ സ്വമനസ്സാലെ ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ? പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ചുറ്റുപാടുകളും നോക്കിക്കൊണ്ട് തകർച്ചകളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ നമ്മൾ നിരാശപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അടുത്ത നിമിഷം എൻ്റെ കുടുംബത്തിൽ തകർച്ചകളാണ്, മുമ്പോട്ട് പോകാൻ ഒരു രക്ഷയുമില്ലാതെ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിലും പരിശുദ്ധ അമ്മ ഇതിലൂടെ നമ്മളെ കാണിച്ചു തരുന്ന ഒരു വലിയ അടയാളമുണ്ട്. മകനെ, മകളെ, നീ ഈ ലോകത്തിലെ പ്രശ്നങ്ങളിലേക്കല്ല നീ നോക്കേണ്ടുന്നത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തണം. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നീ കടന്നു ചെല്ലണം. ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സകല പ്രശ്നങ്ങൾക്കും സ്വർഗം ഉത്തരം നൽകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മ വിശുദ്ധിയുടെ നിറകുടമാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. അതിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റേജിൽ വരുമ്പോൾ പരിശുദ്ധിയോട് മാത്രമേ നമ്മൾക്ക് നിത്യജീവനും ലഭിക്കുകയുള്ളൂ. പരിശുദ്ധി കൂടാതെ ആർക്കും സ്വർഗത്ത്
കയറുവാൻ സാധ്യമല്ല. സ്വർഗത്ത് പോകണോ? സ്വർഗത്ത് പോകണോ? പോകണം. എങ്കിൽ ഇന്ന് മുതൽ പരിശുദ്ധ അമ്മയെ പോലെ തന്നെ 1% പോലും പിശാചുമായി കോംപ്രമൈസ് ചെയ്യാതെ യേശുവിനെ ഹൃദയത്തിൽ കർത്താവായി, രക്ഷകനായി, നാഥനായി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് പാപങ്ങളെ എല്ലാം ഓർത്ത് അനുതപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുമെന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമെന്നുള്ളൊരു തീരുമാനം എടുത്താൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ നിമിഷം തന്നെ, അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വിശുദ്ധിയുടെ മേഖലയിൽ ജീവിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. സഹനത്തിന് കൂട്ടായി നിൽക്കുന്ന മറ്റാരും പരിശുദ്ധ അമ്മയെ പോലെ ഉണ്ടാകില്ല. യേശു കഴിഞ്ഞാൽ മറ്റാരും പരിശുദ്ധ അമ്മയെ പോലെ ഉണ്ടാകുകയില്ല. കാരണം അത്രമാത്രം സഹനങ്ങളെ അതിജീവിക്കുകയും സഹനങ്ങളെ നേരിട്ടുകൊണ്ട് സ്വർഗത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന്, യേശുവിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന്, സ്വർഗത്തിലെ സകല പദ്ധതികളും ഈ ഭൂമിയിൽ നിറവേറപ്പെടുന്നതിന് സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ പുത്രനോടൊപ്പം ജീവിച്ച് മരിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം വലിയ ഒരു മാതൃകയും രക്ഷയുമാണ്, സഹായമാണ് നമുക്ക് ഓരോരുത്തർക്കും. അമ്മ സഹിച്ച സഹനങ്ങളുടെ അപ്പുറത്തൊന്നും നമ്മളാരും സഹിച്ചിട്ടില്ല. ഉണ്ടോ? ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരണം വരെ സംഭവിക്കേണ്ട, അല്ലെങ്കിൽ ആ നിയമമനുസരിച്ച് അവിടെ നാണക്കേട് ഒന്നും നോക്കാതെ സ്വർഗത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അമ്മ ആ ഒരു യെസ് എന്ന് പറഞ്ഞപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ, ലോകത്തിലുള്ള സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച പരിശുദ്ധ കന്യകാമറിയം, രക്ഷകൻ വന്ന് പിറക്കുവാൻ തൻ്റെ ഉദരം നൽകിയ പരിശുദ്ധ കന്യകാമറിയം. നമുക്ക് മറ്റുള്ളവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുവാൻ പറ്റുമെങ്കിൽ, മറ്റുള്ളവരുടെ വേദനകൾ അറിഞ്ഞ് അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരമുണ്ടാക്കുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിച്ചാൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് അല്പം കൂടി അടുത്തിരിക്കുന്ന മകനും മകളുമായി മാറും. മറ്റുള്ളവരുടെ സഹായത്തിന്, മറ്റുള്ളവരുടെ വേദനകളിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയെ പോലെ പെരുമാറുന്ന വ്യക്തിയായി മാറിയാൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുവാൻ സാധിക്കും. അതിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും ഉണ്ടാകും. കാര്യം പരിശുദ്ധ അമ്മ സ്വന്തം ജീവൻ കൊടുത്ത് യേശുവിനെ ഉദരത്തിൽ വഹിച്ചപ്പോൾ ആദം മുതൽ ഇനി വരാനിരിക്കുന്ന സകല തലമുറകളുടെയും പാപങ്ങൾക്കുള്ള പരിഹാരമായി യേശു ഈ ഭൂമിയിൽ ജനിച്ചു. അതുപോലെ നമ്മളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപമാണ്. ഈ വചനം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഈ നോമ്പ് കാലത്തെങ്കിലും നമ്മളുടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി നമ്മുടെ കയ്യിൽ ഇല്ലായിരിക്കാം, ഇല്ലായ്മയിൽ നിന്ന് പോലും സഹായിക്കുന്ന വലിയ ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം. വിധവയുടെ ചില്ലിക്കാശ് അതിന് ഉദാഹരണമാണ്. ഈ നോമ്പുകാലത്ത് അനുഗ്രഹത്തിൻ്റെ ഒരു നോമ്പുകാലമായി മാറുവാൻ, ഈ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാനും പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും സാധിക്കണം.